എവിടുന്ന അച്ഛനും മോനും കുറെ നേരത്തെ പോയതാണല്ലോ. ഞാൻ അവനെയും കൊണ്ട് ആശുപത്രി വരെ പോയതാ. ആ, അവന്റെ ഷുഗറും കൊളസ്ട്രോളും ഒന്നും കുറഞ്ഞില്ലേ? കുറയണമെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? മരുന്ന് മുടങ്ങാതെ കഴിക്കണം, ആഹാരം നിയന്ത്രിക്കണം, വ്യായാമം ചെയ്യണം. ഇതിനൊന്നും അവന് വയ്യ. പിന്നെ വഴിപാട് പോലെ ആശുപത്രി പോയി വന്നിട്ട് എന്തിനാ? അവനോട് പറഞ്ഞ് മനസ്സിലാക്ക്. ഇനി എങ്ങനെ പറയാൻ? പറഞ്ഞു മടുത്തു. ഇന്ന് ഞാനൊരു പണി ഒപ്പിച്ചു കേട്ടോ. എന്തു പണി? ആശുപത്രി പോയപ്പോഴേ ഞാൻ അവനെയും കൊണ്ട് രോഗികൾ കിടക്കുന്ന വാർഡിനടുത്തുകൂടെയൊക്കെ ഒന്ന് നടന്നു. അവനെ പോലുള്ള ചെറുപ്പക്കാര് കിടന്ന് നരകിക്കുന്നത് കണ്ടിട്ടെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാ അങ്ങനെ ചെയ്തത്. പിന്നെ ക്യാൻസർ വന്നവര്, ഷുഗർ കൂടിയവര്, വൃക്ക പോയവര് എല്ലാം കാണിച്ചു കൊടുത്തു. തിരിച്ചറിയുമെങ്കിൽ അറിയട്ടെ ജീവിതത്തിന്റെ വില. അതിങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ലെന്ന് മനസ്സിലാക്കട്ടെ. 4 നൂറ്റാണ്ട് മുൻപ് നമ്മൾ ജീവിച്ചതുപോലെയല്ല ഇന്നത്തെ ജീവിതം. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വ്യായാമമില്ലാത്ത ജീവിത രീതിയും ലഹരി ഉപയോഗവും എല്ലാം ചെറുപ്പക്കാരെ അകാല വാർദ്ധക്യത്തിൽ എത്തിച്ചിരിക്കുന്നു. 50 വയസ്സിലും 60 വയസ്സിലും ബാധിച്ചിരുന്ന രോഗങ്ങൾ ചെറുപ്രായത്തിൽ വേട്ടയാടുന്നു. പ്രമേഹവും ഹൈപ്പർ ടെൻഷനും കരൾ രോഗവും ഹൃദ്രോഗവും എല്ലാം അവരിൽ സാധാരണമായിരിക്കുന്നു. മാറണം താളം തെറ്റിയ ഈ ജീവിത രീതി. മാറ്റണം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ. ലെറ്റ് us change.